Hello. Who are you? I am Papu. Who are you? I'm Papi, owner of this house. പപ്പി പപ്പു പപ്പി പപ്പു നല്ല സാമ്യമുള്ള പേരാണല്ലോ. Whatever. This is my reading chair. ഇതിൽ ആരും ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. You get up. ചേട്ടാ അതൊന്നും പറ്റത്തില്ല, ഞാനിവിടെ ഇരിക്കത്തുള്ളൂ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ചെയറിൽ ഇരുന്നിട്ട് എന്നോട് തർക്കിക്കുന്നോ? ദേ, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എന്തിന് കേറി അവത്തവണ പോ നോക്കോച്ചേ. ഞാൻ ആരാന്ന് പറഞ്ഞു ഞാൻ കുഴഞ്ഞ് എന്റെ ദൈവമേ എനിക്ക് വല്ലാണ്ടായി. പറഞ്ഞു കൊടുക്കും ഞാൻ ആരാണ്. നമുക്ക് അങ്ങോട്ട് തീരെ പിടിക്കുന്നില്ല എന്നെ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ജയ, ആരാ ഇത്? അയ്യോ, അത് നമുക്ക് മനസ്സിലായില്ലേ? ഇതാണ് ബേബിയുടെ സിസ്റ്റർ. ബേബിയുടെയോ? ഏത് ബേബി? നമ്മൾ ഇവിടുത്തെ കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവരെ ആയ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞത്. ഓ, ബേബി സിറ്റർ. ആ, അത് തന്നെ. എനിവേ, എന്തായാലും ആരായാലും ദിസ് ഇസ് മൈ റീഡിംഗ് ചെയർ. ഇവിടുന്ന് എഴുന്നേറ്റ് മാറാൻ പറ ഇവരടുത്ത്. ഇതല്ലേ എന്റെ റീഡിംഗ് ചെയർ. ഇതിൽ നിന്നെ ഞാൻ അവിടെ പോയിരിക്കുന്നത്. ഇവരടുത്ത് എഴുന്നേറ്റ് മാറാൻ പറ. അതെ, ബാബു. ബാബു അല്ല, പാപ്പു. ആ, പാപ്പു. ഇതേ ഇവിടുത്തെ മോലാളിയുടെ സഹോദരിയുടെ മോളാണ്. അവിടെ നിന്ന് ഒന്ന് മാറിക്കൊടുക്കോ. ഈ കൊച്ചു ഇത്തിരി പിടിവാശിക്കാരിയാണ്. ഏത് മുതലാളിയുടെ മോളായാലും ഞാൻ ഇരിക്കുന്ന കസേരയിൽ എഴുന്നേക്കുന്ന പ്രശ്നമേ ഇല്ല. ജയ, ദേ എന്റെ സ്വഭാവം ചെയ്യാൻ നന്നായിട്ട് അറിയാം. ഐ വിൽ കിക്ക് ഹർ ഔട്ട്. മര്യാദക്ക് എഴുന്നേറ്റ് മാറാൻ പറ. കീർക്ക് നിന്റെ അമ്മാച്ചനും കേറിയാത്തവണ പോ നോക്കോച്ചേ. ദേ, മര്യാദക്ക് സംസാരിക്കണം. വാട്ട് ഇസ് ദിസ് ജയ? ദിസ് ഈസ്, ഞാൻ പറഞ്ഞുതരാം. മോളൊന്ന് അകത്തോട്ട് പോ, ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. Why me? എനിക്ക് വയ്യ മോളെ, നിങ്ങൾ ഇടയിൽ കിടന്ന് ഇങ്ങനെ ചാവാൻ. ഒന്ന് പറഞ്ഞാ കേക്ക് പ്ലീസ്. അതെ പാപ്പു, ഇവിടുത്തെ പിള്ളേരൊക്കെ പലരും പല സ്വഭാവമാണ്. അതുകൊണ്ട് പാപ്പു എല്ലാത്തിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. എൻ്റെ ജയ, കുട്ടികളെ മാത്രമല്ല ഇതിനെക്കാട്ടി തലതെറിച്ച പിള്ളേരെ ഞാൻ നോക്കാറുമുണ്ട്, ശരിയാക്കി കൊടുക്കാറുമുണ്ട്. ജയനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇവളെയൊക്കെ ഒതുക്കി ഞാൻ കൈ തരാം. അയ്യോ, അതൊന്നും വേണ്ട. അറിയാതെ പോലും ഇവിടുത്തെ പിള്ളേരടുത്ത് പാപ്പു കുരുക്കാൻ പോവല്ലേ. എല്ലാം വില്ലത്തുകളാണ്. തൽക്കാലം പാപ്പു കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പാപ്പു മിക്കവാറും ആപ്പാവണ ലക്ഷണമുണ്ട്. എന്തോ പറഞ്ഞു? ഒന്നുമില്ല, കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഓ, അങ്ങനെ. ശരി ശരി ശരി. പവികാന്തൻ അതിലെ ഹീറോ ആയിട്ട് അഭിനയിക്കണം. ചെയ്യാമോ? കഥയിലോട്ട് വരാം. ഈ കഥയുടെ പേരാണ് അമ്മായിയുടെ അനിക്കുട്ടൻ. അമ്മായിയുടെ അനിക്കുട്ടൻ. അമ്മായിയും അനിക്കുട്ടനുമാണ് ഇതിലെ മെയിൻ താരങ്ങൾ. മനസ്സിലായ? ഇതേ കാണുന്നൊരു ഗ്രാമം. ഈ ഗ്രാമത്തിന്റെ പേരാണ് കുന്തളിപ്പ് പൊയ്ക. ഈ കുന്തളിപ്പ് പൊയ്കയിൽ ഒരു ചെറ്റക്കുടിലുണ്ടാക്കി അവിടെ താമസിക്കുകയാണ് നമ്മുടെ കഥാനായികയായ അമ്മായി. ആ അമ്മായിയുടെ വീട്ടിൽ ആര് വരുന്നു? വെക്കേഷന് അനിക്കുട്ടൻ വരുന്നു. അതാണ് അമ്മായിയുടെ അനിക്കുട്ടൻ. ഈ ഗ്രാമത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മല കാണുന്നില്ലേ, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഒരു ദിവസം വീട്ടിൽ പൈപ്പില്ല. അങ്ങനെ അമ്മായിയും അനിക്കുട്ടനും കൂടെ കുളിക്കാൻ പോകുന്ന രംഗമാണ് തുടക്കം. ആ കിസ്മയില് തന്നെടാ നീ അഭിനയിക്കണം. അയ്യേ, എന്ത് ചാരു ചാരു ചാരുവിനെ പോയി പണി നോക്കാൻ പറ. ഇത് കിടില അമ്മായിയുടെ കൂടെ അഭിനയിക്കണം. എന്റെ ചാരിത്രം. അയ്യേ, അത് മോശം. അമ്മായിക്ക് ചാരിത്രം പോയി കിടക്കുന്ന അമ്മേനെ എന്റെ ചാരിത്രം. നിന്റേത് എന്തായാലും നാളെ കഴിഞ്ഞ് പോകുമല്ലോ. പിന്നെ ഒരു ദിവസം മുമ്പേ പോയാൽ എന്ത് കുഴപ്പം? നീ ഞാൻ കഥ പറയുന്നത് ശ്രദ്ധിക്ക്. അപ്പൊ ഫസ്റ്റ് രംഗം എന്ന് പറയുന്നത് ആ വെള്ളച്ചാട്ടത്തിലേക്ക് അമ്മായിയും അനിക്കുട്ടനും പോകുന്നു. അനിക്കുട്ടൻ കുട്ടിത്തോർത്തും കൊടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്നു. അമ്മായിയോട് പറയുന്നു, അമ്മായി ഈ കുട്ടിത്തോർത്തിന് നീ കുറഞ്ഞു പോയി എന്ന് പറയുന്നു. അപ്പൊ അമ്മായി പറയുന്നു, അത് മതിയടാ.